ഒരു വിഷയമുണ്ട്. 1970 ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ആക്ഷൻ സൂട്ട് ഉണ്ട് ഗ്രീൻലാൻഡേഴ്സ് അമേരിക്കയ്ക്ക് ഈ ഡെൻമാർക്കിനെതിരെ. അതായത് IUD സ്കാൻഡൽ എന്ന് പറയുന്നതാണ്. അതായത് ഈ ഒരു ഫോഴ്സ്ഫുൾ കോൺട്രാസെപ്ഷൻ. ഇവര് ഈ ഗ്രീൻലാൻഡിലുള്ള ഒരു സ്ത്രീകളുടെ അവിടെ അനുവാദം കൂടാതെ, അവിടെ അറിവ് കൂടാതെ ഡെൻമാർക്കിലെ ഗവൺമെന്റ് ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 12 വയസ്സ് മുതലുള്ള പെൺകുട്ടികളുടെ ഇവരെ നിക്ഷേപിച്ചു. ദാറ്റ്സ് ബേസിക്കലി ഇതൊരു ബർത്ത് കൺട്രോൾ ഡിവൈസ് ആണ്. ഇത് കാരണം ഒരുപാട് 20 വർഷം, 60-70 എന്ന് പറഞ്ഞ 2 വർഷം എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലം ഒരു ജനറേഷനെ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു വ്യക്തിക്ക് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫസർ, ഒരു റിട്ടയർഡ് പ്രൊഫസർ, ഒരു സ്ത്രീ, ഓൾറിക്കാന്ന പേര്, പുള്ളിക്കാരി എന്നോട് പറയുന്നു, അതായത് ഞാൻ സമയത്ത് എന്റെ അമ്മ ഡെൻമാർക്കിൽ പഠിക്കുകയായിരുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ വികാരനിർഭരമായിട്ടാണ് പറയുന്നത്. ഒരു തലമുറ, 20 വർഷം ഒരു തലമുറയെ മുഴുവൻ ഡെൻമാർക്ക് ഒഴിവാക്കി. അതിനെക്കുറിച്ച് ഇന്ന് ഗ്രീൻലാൻഡിന്റെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന്റെ പ്രധാന പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് ഒരു ജനസൈഡ് ആയിരുന്നു. അതിനെതിരെയുള്ള കേസ് ഈ കഴിഞ്ഞ എനിക്കൊന്ന് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അത് സെറ്റിൽ ആകാനായിട്ട് ഒരു സെറ്റിൽമെന്റ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഈ മാസങ്ങളിലേക്ക് ഉണ്ടാകും. അവർ ചോദിക്കുന്നത് ഏകദേശം 1 മില്യൺ ക്രോണ, ഒരു സംതിങ് ആണ് $45,000 കണ്ടൊരു തുകയാണ് കോമ്പൻസേഷൻ ചോദിക്കുന്നത്. 4500 സ്ത്രീകളാണ് ഇതുമായിട്ട് അഫക്റ്റ് ആയിട്ടുള്ളത്. 55,000 പോപ്പുലേഷൻ ഉള്ളതിനകത്ത് 4500 സ്ത്രീകൾ എന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആരായത്തെ മുഴുവൻ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ ആയിരിക്കും. ഇപ്പൊ 20 വർഷം കൊണ്ട് തലമുറ ഒരു ജനതയെ മുഴുവൻ ഒഴിവാക്കാൻ പറ്റും. അതിന്റെ വാശിയും വൈരാഗ്യമൊക്കെയുള്ള മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നു. അതേപോലെ വേറെ സംഭവമുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ റൂട്ടിന്റെ കാര്യം. അതായത് ആർട്ടിക് ആ ഭാഗത്ത് ക്ലൈമറ്റ് വെതർ ചേഞ്ച് കൊണ്ട് അത് പെട്ടെന്നുള്ള ഷിപ്മെന്റ് ഷോർട്ട് കട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രീൻലാൻഡ് കിട്ടുവാണെങ്കിൽ അമേരിക്കയ്ക്ക് റഷ്യൻ വെസൽസിനെയും ചൈനീസ് വെസൽസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലെന്തുവാണ് യാഥാർത്ഥ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാണ്. അത് 100% ശരിയാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഈസ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭൂപടം നോക്കിയാൽ നമുക്ക് അറിയാവില്ല. യൂറോപ്പിൽ നിന്ന് വരികയാണെങ്കിൽ ഈ നോർത്ത് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്ക ചുറ്റി വരണം. അറ്റ്ലാന്റിക് പസഫിക് ഭാഗത്ത് ഡ്രേക്ക് പാസ് എന്ന സ്ഥലമുണ്ട്. 2 വാട്ടർ ലെവലാണ്, ഭയങ്കര ടഫാണ്. അപ്പൊ ആ യാത്ര വളരെ ദുഷ്കരവും വളരെ ദൂരം കൂടിയതും ആയതുകൊണ്ടാണ് ഈ പനാമ കനാൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പനാമ കനാൽ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ പനാമ എന്ന രാജ്യത്ത് ഒരു മാൻമെയ്ഡ് കനാലാണ്, ഒരു പാസേജ് ആണ്.